വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക്. ആക്സിയം മിഷൻ 4ന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികർ ഭൂമിയിലേക്ക്. ഞായറാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വിടവാങ്ങൽ പ്രസംഗത്തിൽ രാജ്യത്തിനും ഇസ്രോയ്ക്കും ശുഭാംശു ശുക്ല നന്ദി പറഞ്ഞിരുന്നു. ബഹിരാകാശത്തേക്കുള്ള യാത്ര അവിശ്വസനീയവും വിസ്മയിപ്പിക്കുന്നതുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദൗത്യത്തിനിടെ നടത്തിയ 60ലധികം പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ, 580 പൗണ്ടിലധികം ചരക്ക് എന്നിവയുമായാണ് ഡ്രാഗൺ ബഹിരാകാശ പേടകം മടക്കയാത്ര നടത്തുന്നത്. 2 മണിയോടെ സംഘം ഡ്രാഗൺ പേടകത്തിൽ പ്രവേശിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് കാലിഫോർണിയയ്ക്ക് അടുത്തുള്ള കടലിൽ ഇറങ്ങുന്ന നിലയിലാണ് പേടകത്തിന്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം ജൂലൈ 15-ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയും 3 സഹയാത്രികരും 7 ദിവസം നിരീക്ഷണത്തിൽ തുടരും. ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിനായാണ് 7 ദിവസത്തെ നിരീക്ഷണ കാലാവധി. ശുഭാംശു ശുക്ലയുടെ ISS യാത്രയ്ക്ക് ISRO ഏകദേശം 550 കോടി രൂപ ചിലവഴിച്ചെന്നാണ് കണക്കുകൾ. പെൺകുട്ടികളുടെ ആത്മഹത്യാ ശ്രമം, മുതിർന്ന കുട്ടികളുടെ പീഡനമെന്ന് പരാതി. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ 3 കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. 16, 15, 12 വയസ്സുള്ള പെൺകുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒരാൾ SCT ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയാണ് കുട്ടികൾ ഗുളികകൾ വിഴുങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഉടൻ കുട്ടികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിലാണ് 2 കുട്ടികൾ ചികിത്സയിലുള്ളത്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ളതാണ് ശ്രീചിത്ര ഹോം. ശ്രീചിത്ര ഹോമിലെ മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് കുട്ടികളുടെ പരാതി. വിഷയം ശ്രീചിത്ര ഹോമിലെ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്നുമാണ് കുട്ടികളുടെ പരാതി. ഓണവിപണി കീഴടക്കാൻ വ്യാജനെത്തി. വെളിച്ചെണ്ണ മുതൽ പാലും പപ്പടവും വരെ മായം കലർത്താനുള്ള സംഘം സജീവമായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറക്കത്തിലാണ്. ഉപ്പേരി വറുക്കാനും മറ്റുമായി ആവശ്യമുള്ള വെളിച്ചെണ്ണ തേടി എത്തുന്നവരുടെ മുന്നിലേക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകളുള്ള വെളിച്ചെണ്ണകൾ എത്തും. യഥാർത്ഥ വെളിച്ചെണ്ണയെ വെല്ലുന്ന ഗന്ധവും നിറവുമുള്ള ഇവയിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് കലർത്തുന്നത്. കേരഫെഡിന്റെ കേരയുടെ പേരുകളിൽ ഒട്ടനവധി ബ്രാൻഡുകളാണുള്ളത്. വിലക്കുറവായതിനാൽ ഉപഭോക്താക്കളും ഏറെയാണ്. പാക്കറ്റും ചിഹ്നവും ഒരുപോലെയായതിനാൽ തിരിച്ചറിയാനും പ്രയാസമാണ്. എല്ലാ വർഷവും ഓണക്കാലത്ത് പേരിന് പരിശോധന നടത്തി കൈ കഴുകുകയാണ് അധികൃതർ. നടപടി 1-2 കമ്പനികളിൽ ഒതുങ്ങും. കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ഇവ ശ്രദ്ധിക്കാം. വാങ്ങുന്നത് യഥാർത്ഥ ബ്രാൻഡാണെന്ന് ഉറപ്പാക്കുക. മിൽമ ഉൾപ്പെടെ തദ്ദേശീയ കമ്പനികളെ തിരഞ്ഞെടുക്കുക. ചൂടാക്കിയതിനു ശേഷം മാത്രം പാൽ ഉപയോഗിക്കുക. ഉപ്പേരി കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭകരിൽ നിന്നും വാങ്ങുക. ഓണവിപണി ലക്ഷ്യമിട്ടുള്ള സ്ക്വാഡ് രൂപീകരിച്ചിട്ടില്ല. സംശയം തോന്നുന്ന സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചാലും ഫലമെത്താൻ വൈകുന്നത് വെല്ലുവിളിയാണ്. എതിർപ്പുള്ളവരെ ബോധ്യപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട കോടതി വിധിയിലും വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും ഇനി ചർച്ചയില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഹൈസ്കൂൾ ക്ലാസുകളായ 8, 9, 10 ക്ലാസുകൾക്കാണ് സമയമാറ്റം ബാധകമാവുക. എതിർപ്പുള്ള സംഘടനകളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ തന്നെ CBSE, ICSE സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും സർക്കാർ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകളും അവരുടെ അക്കാദമി നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി പ്രവൃത്തി ദിവസങ്ങൾ അടക്കം ഉയർത്തിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ പരിമിതിയുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി നീട്ടിവെക്കാൻ കേന്ദ്രം യമനോട് ആവശ്യപ്പെട്ടതായി അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ. യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതുൾപ്പെടെ വലിയ പ്രതിസന്ധിയാണെന്നും വിഷയത്തിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതി ഉണ്ടെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്രം പരമാവധി ശ്രമിക്കുന്നുണ്ട്. പ്രോസിക്യൂട്ടറിന് കേന്ദ്ര സർക്കാർ കത്തയക്കുകയും ഒരു ഷെയ്ക്ക് വഴി ചർച്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ദയാധനം സ്വീകരിക്കാൻ മരിച്ചയാളുടെ കുടുംബം തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സമൂസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന് ആരോഗ്യ മന്ത്രാലയം. സിഗരറ്റിന് നൽകുന്ന മുന്നറിയിപ്പുകൾ പോലെ സമൂസയ്ക്കും ജിലേബിക്കും മുന്നറിയിപ്പ് നൽകണമെന്നും നിർദ്ദേശം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, വകുപ്പുകൾ എന്നിവയുടെ ക്യാന്റീനുകൾ, കഫറ്റീരിയകൾ എന്നിവയ്ക്കാണ് നിർദ്ദേശം. എന്നാൽ ഇത് നിരോധനമല്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ലഘുഭക്ഷണങ്ങളിലെ എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും സംബന്ധിച്ച് ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം.
ലഡു, വടാപാവ്, പക്കോട എന്നിവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്താണ് കഴിക്കുന്നതെന്നറിയാൻ ആളുകൾ അർഹരാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 2050 ആകുമ്പോഴേക്കും രാജ്യത്തെ 44.9 കോടിയിലധികം പേർ അമിതഭാരമുള്ളവരാകുമെന്നാണ് കണക്കുകൾ. നഗരപ്രദേശങ്ങളിലെ മുതിർന്നവരിൽ 5-ൽ-1 അമിതഭാരം ഉണ്ടെന്നും കണക്കുകൾ പറയുന്നു. കുട്ടികളുടെ തെറ്റായ ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയും മൂലം പൊണ്ണത്തടി വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഗുലാബ് ജാമുനിൽ 5 ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്താണ് കഴിക്കുന്നതെന്ന് ജനങ്ങൾ 2 വട്ടം ആലോചിക്കുമെന്ന് മുതിർന്ന പ്രമേഹ വിദഗ്ധൻ സുനിൽ ഗുപ്ത പറയുന്നു. കായിക ലോകം. ഫൈനലിനു പിന്നാലെ കയ്യാങ്കളി. ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിനു പിന്നാലെ മൈതാനത്ത് അനിഷ്ട സംഭവങ്ങൾ. ഫ്രഞ്ച് ക്ലബ് PSG എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി ഇംഗ്ലീഷ് ക്ലബ് ചെൽസി കിരീടം നേടിയതിനു പിന്നാലെയായിരുന്നു സംഭവം. ഫൈനൽ വിസിലിനു ശേഷം ഇരു ടീമിലെയും താരങ്ങൾ തമ്മിൽ മൈതാനത്ത് വാക്കേറ്റം ഉണ്ടാകുകയും പിന്നാലെ കയ്യാങ്കളിയിൽ എത്തുകയും ചെയ്തു. സംഘർഷത്തിനിടെ PSG പരിശീലകൻ ലൂയിസ് എൻഡെക്വെ ചെൽസി താരം ജാവോ പെഡ്രോയുടെ മുഖത്തടിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. മത്സരത്തിലുടനീളം ഇരു ടീമുകളും പരുക്കൻ കളി പുറത്തെടുത്തിരുന്നു. 6 മഞ്ഞക്കാർഡുകളും ഒരു ചുവപ്പ് കാർഡും റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നിരുന്നു. 85-ാം മിനിറ്റിൽ PSG-യുടെ ജാവോ നെവസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. ചെൽസി ഡിഫൻഡർ മാർക്ക് കുക്കുറയുടെ മുടിയിൽ പിടിച്ചു വലിച്ചതിനായിരുന്നു ഇത്. ഫൈനൽ വിസിലിനു ശേഷം ചെൽസി വിജയാഘോഷം തുടങ്ങിയതിനു പിന്നാലെയായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങൾ. ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഉറക്കം അനിവാര്യമാണ്. ഉറക്കമില്ലായ്മയും സമയം വൈകി ഉറങ്ങുന്നതും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കാം. രാത്രി ചുരുങ്ങിയത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിക്കണം. ഉറക്കക്കുറവ് മൂലം ഓർമ്മക്കുറവ് ഉണ്ടാവുകയും രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇൻസുലിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിലൂടെ പ്രമേഹവും പിടിപെട്ടേക്കാം. ഉറങ്ങാൻ കൃത്യമായി സമയം പാലിക്കുന്നതിലൂടെയും മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെയും വ്യായാമം ചെയ്യുന്നതിലൂടെയും ഒരു പരിധിവരെ ഇത് പരിഹരിക്കാം. തേർഡ് എമിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.